ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സെക്ഷൽ എനർജി ലീക്കേജസ് എങ്ങനെയാണ് ഈ ഒരു ജേർണീനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. സെക്ഷൽ എനർജി ലീക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയുടെ ത്രൂ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ എനർജറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ട്വിൻ അവരുടെ അസെൻഷൻ ജേർണിയിൽ ശരിക്കും പറയുമ്പോൾ ആ ഒരു ഷെയ്ഡ് ഫീൽഡിനെയും കൂടെ, അതായത് ഒരേ സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ മസ്കുലൈൻ എനർജീൻ്റെയും ഫെമിനൈൻ എനർജീൻ്റെയും കൂടെയുള്ള ഒരു ഷെയ്ഡ് എനർജി ഫീൽഡിലും കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി വർക്ക് കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സെക്ഷുവൽ എനർജീനെ ആണ് അവർ മുകളിലേക്ക്, അതായത് ചക്രാസ് ത്രൂ മുകളിലേക്ക് അത് അപ്വേർഡ് ഫ്ലോ ആവുമ്പോൾ നമ്മളുടെ കുണ്ടലിനി ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ജേർണിയിൽ ഇന്നർ വർക്ക് ചെയ്യുമെങ്കിലും പല ബ്ലോക്കേജസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള റിപ്പീറ്റഡ് പാറ്റേൺസ് ഒക്കെയും നമ്മൾക്ക് ഫീൽ ആവുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു എനർജീനെ നമ്മളുടെ റൂട്ട് ചക്രയിലുള്ള ആ ഒരു എനർജീനെ അപ്വേർഡ് കൊണ്ടുവന്നിട്ട് നമ്മളുടെ സേക്രൽ ചക്രയിൽ അത് ക്രിയേറ്റീവ് സൈഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റു പല കാര്യങ്ങളിലേക്ക് ഈ ഒരു എനർജീനെ ഒരു തോട്ടായിട്ട് പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അറിഞ്ഞോ അറിയാതെയോ ആക്ച്വലി നമ്മളുടെ സെക്ഷൽ എനർജിയാണ് ലീക്കാവുന്നത്. ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് പറയുകയാണ്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നമ്മളുടെ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ജേർണീനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സേക്രൽ ചക്രയിൽ അല്ലെങ്കിൽ സേക്രൽ ചക്ര വളരെ ഇംബാലൻസ്ഡ് ആയിരിക്കും, ഓവർ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സെക്ഷൽ പുൾ ടുവേർഡ്സ് ദ ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ പാർട്ടിനോട് ഭയങ്കരമായിട്ടൊരു സെക്ഷൽ ഏർജ് തോന്നാറുണ്ട്. അത് ഈ ജേർണിയിൽ വളരെ സ്വാഭാവികമാണ്. കാരണം ഈ ഒരു ജേർണിയിൽ വരുന്ന സോൾസ്, ട്വിൻ സോൾസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഹയർ വൈബ്രേഷൻ സോൾസ് ആണ് അല്ലേ. അപ്പോൾ ട്വിന്നിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ട്വിന്നുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ കഴിയുമ്പം ശരിക്കും പറയുമ്പോൾ ഈ ഒരു എനർജീനെ ആക്ടിവേഷൻ, ആ ഒരു ഇന്നർ എനർജീൻ്റെ ആക്ടിവേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഫേസ് കഴിയുമ്പം, അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഇത്രയും സെക്ഷൽ ഏർജ് വരുമ്പോൾ ആ ഒരു എനർജീനെ തന്നെയാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ, ജപങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ചെയ്യുമ്പോഴൊക്കെയും അതിനെ നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ഒരു ഹാർട്ട് സെൻറ്ററിലേക്ക് അപ്വേർഡായിട്ട് ആ ഒരു എനർജീനെ പതിയെ കൊണ്ടുവരാനായിട്ട് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്, ഇതിലേക്ക് വരും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എഗെയിൻ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പലപ്പോഴും മറ്റു പല റിലേഷൻഷിപ്സിലേക്കും, ഒരിക്കലും ഒരു ഫെമിനൈൻ എനർജിക്ക് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പിന്നെയും അറ്റ്ലീസ്റ്റ് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല. എന്നാലും ഔട്ട് ഓഫ് അറ്റാച്ച്മെൻറ്റിൽ ഈ ഒരു ജേർണിയിൽ നിന്നും തിരിഞ്ഞോടാനായിട്ടൊക്കെ ശ്രമിക്കുമ്പം മേ ബി നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്മളൊരു എനർജി ലീക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തേത്, നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലാവുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ കൗണ്ടർ പാർട്ടും ഒരു ഡിവൈൻ എനർജിയിലല്ലായിരിക്കും, ഡിസ്ട്രോട്ടഡ് എനർജിയിലായിരിക്കും. അപ്പോൾ പിന്നെയും ആ സൈക്കിൾസ്, അതായത് സെപ്പറേഷനും യൂണിയൻ സൈക്കിൾസ് പല ലേയേഴ്സായിട്ടായിരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ. ആ ഒരു സൈക്കിൾസ് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴൊക്കെയും ഔട്ട് ഓഫ് ഫിയർ, ഒരു പേടി കൊണ്ട് നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് ഒരു സെക്ഷൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു തോട്ട് പാറ്റേൺ, ഒരു ഇമോഷണൽ ഓവർ ഗിവിങ് അത് ഈവൻ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണത്തിൽ വെക്കുമ്പം പോലും ആ ഒരു എനർജീനെ നമ്മൾ ലീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട്, നമ്മൾ പലപ്പോഴും ഈ ഒരു ജേർണിയിൽ വരുമ്പോൾ നമ്മൾക്കറിയാം കാർമിക് ക്ലിയറൻസ് താനേ നടക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾക്കറിയാം ഓരോ പാറ്റേൺസ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ നിന്നും
പല കാര്യങ്ങൾ വിട്ടുപോകും ആക്ച്വലി, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ഫിറ്റിൻ ആവാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതായത് ഇതിലേക്കൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് നിന്നാൽ ഈ ഒരു കാര്യത്തെ നമ്മളുടെ ലൈഫിൽ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെ ഒരു സർവൈവൽ മോഡിൽ നിന്നുകൊണ്ട്, അതിപ്പം ഒരു ജോലിയെ പോലും നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് സേവ് ചെയ്തുകൊണ്ട് ഒന്ന് നിലനിർത്താനായിട്ട് നോക്കുമ്പോഴൊക്കെയും നമ്മൾ ഈ ഒരു ഹീലിംഗ് ചെയ്യുന്ന എനർജി, ആക്ച്വലി അതൊരു സെക്ഷൽ എനർജിയാണ്, അതിനെ നമ്മൾ ലീക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു പവറിനെ, ആ ഒരു ഫെമിനൈൻ എനർജീൻ്റെ പവറിനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ ഒരു എനർജി എന്ന് പറയുന്നത്, അതായത് സെക്ഷൽ എനർജി എന്ന് പറയുന്നതാണ് നമ്മളുടെ മണി എനർജിയിലേക്ക് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പം ഇനിഷ്യൽ ഡേയ്സിൽ എല്ലാവർക്കും, ഇനി എത്രത്തോളം സെറ്റിൽഡ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു മണി ബ്ലോക്കേജ് വരുന്നത് സ്വാഭാവികമാണ്. കാരണം അവരുടെ ലോവർ ചക്രാസ് ഹീൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ബ്ലോക്ക് സ്വാഭാവികമായിട്ടും വരും. എന്നാൽ ഹീലായിക്കൊണ്ട് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു എനർജീനെ സേവ് ചെയ്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മറ്റുള്ള തോട്ട് പ്രോസസ്സിലേക്ക് നമ്മളുടെ എനർജി പോകുമ്പോഴൊക്കെയും മനസ്സിലാക്കുക, ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സെക്ഷുവൽ എനർജിയാണ് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വേറെ ഫോംസിലാണ്, അതായത് ആ ഒരു പല ഫോംസിലേക്ക് ആ ഒരു എനർജീനെ നമ്മൾ ലീക്ക് ചെയ്യുമ്പം നമ്മളുടെ ലൈഫിൽ 3Dയിൽ വരേണ്ട അബണ്ടൻസ് അവിടെ ബ്ലോക്ക് ആവുകയാണ്. അത് മണീൻ്റെ രൂപത്തിലാവാം, ലക്കിൻ്റെ രൂപത്തിലാവാം, ലൈഫ് സ്റ്റൈലിൽ ഒരു കംഫർട്ടബിലിറ്റി തരുന്നതിൻ്റെ രൂപത്തിലാവാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഹീലിംഗ് ഫേസിൽ ഈ ഒരു എനർജീനെ പ്രിസർവ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഹീലിംഗ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആദ്യം നമ്മളുടെ 3Dയിലുള്ള ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എൻ്റെ പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എൻ്റെ സോൾ പർപ്പസ് അറിഞ്ഞിട്ടും എനിക്ക് അതിലേക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ എനർജീനെ കൂടുതലും നമ്മളിലേക്ക് നമ്മൾ ടേക്ക് ബാക്ക് ചെയ്തുകൊണ്ട്, നമ്മളുടെ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട്, നമ്മളുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ചേസ് ചെയ്യുക എന്നല്ല. യെസ്, എനിക്കറിയാം ഇതൊരു പർപ്പസാണ്, ഇതാണ് എൻ്റെ പർപ്പസ്, അതിലേക്ക് എത്താനുള്ള വഴി ഭഗവാനായിട്ട് കാണിച്ചു തരും. പക്ഷേ ഞാൻ ആ ഒരു വഴിയിലേക്ക്, ആ ഒരു അലൈൻമെൻറ്റിലേക്ക് വരാനായിട്ട് എന്നിലുള്ള എനർജീസ് എന്താണോ ഞാൻ ക്ലിയർ ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പാറ്റേണെ ബ്രേക്ക് ചെയ്യുക, ആ ഒരു തോട്ട് പാറ്റേണെ റീപ്രോഗ്രാം ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മളുടെ മണി ബ്ലോക്കേജ് മാറത്തുള്ളൂ. നമ്മളുടെ പർപ്പസ് അറിഞ്ഞാൽ പോലും നമ്മൾക്ക് ആ ഒരു പർപ്പസിലേക്ക് സ്റ്റെപ്പിനാവാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മണി ബ്ലോക്കിൻ്റെ വൺ ഓഫ് ദ മേജർ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൽ എനർജി ഫിസിക്കൽ ഇൻറ്റിമസിയിലല്ലാതാണെങ്കിൽ പോലും നമ്മൾ ഔട്ടർ വേൾഡിലേക്ക് ലീക്ക് ചെയ്യുമ്പോഴാണ്. സോ ഏതൊരു കാര്യം, ഇതിനെ എങ്ങനെ മനസ്സിലാക്കാം, ഞാൻ ഈ ഒരു എനർജി ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് ഒറ്റൊരു ആൻസറാണ്, നമ്മൾ ഹാർട്ട് ഓറിയൻറ്റഡ് അല്ലാണ്ട് നമ്മളുടെ ഇന്നർ വോയിസ് ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ലോജിക്കലായിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, എന്ന് വെച്ചാൽ ടോട്ടലി നമ്മൾ ഹാർട്ട് ഓറിയൻറ്റഡ് ആവണമെന്നല്ല, ഹേർട്ട് ആൻഡ് ഹെഡിനെ ആ ഒരു കോമ്പിനേഷനിലായിരിക്കണം നമ്മളുടെ തീരുമാനങ്ങൾ 3Dയിൽ വരേണ്ടത്. എന്ന് വെച്ചാൽ ഇന്നർ വോയിസ് ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഔട്ട്കം എന്ന് പറയുന്നത് സറണ്ടർ ചെയ്തുകൊണ്ട് ആ ഒരു പാത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലൈഫിലെ ചെറിയ ചെറിയ ഡിസിഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പലപ്പോഴും പാസ്റ്റിനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ പെയിനിലിരിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ട് സ്റ്റിൽ കരയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾക്കുള്ളതായിരുന്നില്ല. അത് ജസ്റ്റ് ലെസൺസ് പഠിപ്പിക്കാനായിട്ട് നമ്മളുടെ ലൈഫിലേക്ക് വന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ആ പാസ്റ്റിൽ നിന്നുള്ള ഒരു എനർജീനെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഫ്യൂച്ചറിനെ കുറിച്ചൊരു അൺസർട്ടിനിറ്റി നമ്മൾക്ക് വരും. ഇനിയൊരു കാര്യം നമ്മൾ ഹീലായി കഴിയുമ്പം ടോട്ടലി ഒരു ഹാപ്പിയസ്റ്റ് മോഡിലിരിക്കും എന്നുള്ള ഒരു ഇല്ലൂഷൻ എല്ലാവരിലും ഉണ്ട്. ആ ഒരു ഫേസ് വരുമ്പോഴത്തേക്ക് ഹീലായി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ഒബ്സർവറിൻ്റെ
ഇരുന്ന് ലൈഫിനെ കാണാനുള്ള ഒരു കഴിവാണ് വരുന്നത്. അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസിനെ ഒരു തേർഡ് പേഴ്സൻ്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സറണ്ടർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ് നമ്മൾക്ക് ഹീലായി കഴിയുമ്പം കിട്ടുന്നത്. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കേണ്ടത് നമ്മളുടെ ഇന്നർ വോയിസിനെയാണ്. ഈ ഇന്നർ വോയിസിനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ലെസൺസ് ഉണ്ടാവാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പല കാര്യങ്ങളിലും. പക്ഷേ അത് ലെസൺസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയും അതിൽ നിന്നും ഡിറ്റാച്ച് ആയിക്കൊണ്ട് എഗെയിൻ ആൻഡ് എഗെയിൻ അവിടെ ഒരു പെയിൻ ക്രിയേറ്റ് ചെയ്യാതെ ആ ലെസൺസിനെ മാത്രം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളുടെ 3D ലൈഫിൽ നമ്മൾക്ക് മണി ബ്ലോക്കേജസിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. അപ്പോൾ ഇതല്ലാതെ ജൂലൈ 7th സെൽഫ് ലവിൻ്റെ ഒരു വർക്ക്ഷോപ്പ് 3 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ടാവുന്നുണ്ട്. അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസിന് ഡീറ്റെയിൽസ് ഓൾറെഡി പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതല്ലാതെ റേക്കിയുടെ 2nd ലെവലും ഗ്രാൻഡ് മാസ്റ്റർ ലെവലും ജൂലൈയിൽ തന്നെ സ്റ്റാർട്ടാവുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് ചാനലിൽ. അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഹീലിംഗ് സെഷൻസിനായിട്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അതിനു വേണ്ടിയും വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്.